നമ്മൾ ഫസ്റ്റ് വവ്വലായ എ അല്ലേ പറഞ്ഞോളൂ. ഇതിന്റെ സൗണ്ടുകള് ആ ആ എ ഇങ്ങനെ 3 സൗണ്ടാന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അടുത്ത ലെറ്റർ എം ആണ്. എം എം എമ്മിന്റെ സൗണ്ട് എന്താണ്? എമ്മിന്റെ സൗണ്ട് മ. നോക്ക്, എമ്മിന്റെ അപ്പുറത്ത് എ വരുവാണെങ്കിൽ മ പ്ലസ് ആ മാ എന്ത് വരും? സൗണ്ട് മാന്ന് വരും. പിന്നെ മ പ്ലസ് ആ ഇടുവാണെങ്കിൽ മാ അല്ലേ. പിന്നെ മ പ്ലസ് എ ആകുമ്പോഴോ മേ മാ മാ മേ. ഇങ്ങനെ 3 സൗണ്ടിലാണ് വരുന്നത്. ഓക്കെ, എം എ എൻ വായിക്കേ. എം എ ആകുമ്പോ മ ആ മാ. എം എ എൻ മാൻ മാൻ. മാൻ 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 എന്ന് പറഞ്ഞാൽ എന്താ? മാൻ മനുഷ്യൻ അല്ലേ. മാൻ മനുഷ്യൻ അല്ലേ. എം എ ജി ഐ സി മാജിക് 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 മാജിക്. എന്താ വായിക്കാൻ പഠിച്ചോ? എം എ എൻ. എമ്മിന്റെ സൗണ്ട് മ, എന്റെ സൗണ്ട് ആ എൻ, എന്നിന്റെ സൗണ്ട് ന അല്ലേ. എം എ എൻ മാൻ. എം എ ജി ഐ സി മാജിക് മാജിക് അല്ലേ. ഇതെന്താ? എം എ ജി മാജിക് അറിയാലോ. എം എ ജി മാഗ് എൻ ഇ ടി നെറ്റ് മാഗ്നെറ്റ്. എന്താ മാഗ്നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാന്തം. എം എ ജി എൻ ഇ ടി മാഗ്നെറ്റ്. അടുത്ത വാക്ക് നോക്കിയോ. എം എ പി. എം എ മാ പി പ് മാപ്പ്. മാപ്പ് എന്ന് പറഞ്ഞാല് ഭൂപടം അല്ലെ. അടുത്ത് നോക്കിയോ. എം എ ആർ കെ. എം എ ആർ മാർ. കെ കൂടെ ആകുമ്പോ മാർക്ക്. മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അടയാളം. എം എ പി മാപ്പ്. എം എ ആർ കെ. എം എ മാ ആർ കെ മാർക്ക്. അടുത്തത് എം എ ടി സി എച്ച്. എം എ ടി എന്ന് പറയുമ്പോ മാറ്റ്. സി എച്ച് എന്ന് പറയുമ്പോ എന്താ? എം എ ടി സി എച്ച് എന്ന് പറഞ്ഞാല് മാച്ച്. ഈ വാക്കുകളൊന്ന് വായിക്ക്. മാൻ മാജിക് മാഗ്നറ്റ് മാപ്പ് മാർക്ക് മാച്ച്. ഈ സൈഡിൽ കുറച്ച് വാക്കുകളുണ്ട്. എം എ ഐ എൽ മെയിൽ. ജിമെയിൽ മെയിൽ നമ്മൾ പറയില്ലേ. മെയിൽ അയക്കുന്ന കാര്യമൊക്കെ പറയില്ലേ. എം എ ഐ എൽ. എം എ ഇവിടെ ഏത് സൗണ്ടാ? അതിന്റെ എ സൗണ്ടാണ്. മേ. എം മാ നല്ല വരുന്ന മേനാവും. മേ ഐ മെയിൽ. എം എ ഐ എൽ മെയിൽ. എം എ ഐ എൻ എ സൗണ്ട് വന്നു. എമ്മിന്റെ അപ്പുറത്ത് എ സൗണ്ട് വന്നു. മെയിൻ. മെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രധാനപ്പെട്ട അല്ലെ. അടുത്ത എം എ ഡി ഇ മെയ്ഡ്. മെയ്ഡ് മെയ്ഡ് എന്ന് പറഞ്ഞാല് ഉണ്ടാക്കുക അല്ലെ. മെയ്ഡ്. എം എ എൻ വൈ മേ നി മെനി. മെയിൽ മെയിൻ മെയ്ഡ് മെനി. മനസ്സിലായോ? വായിക്കാൻ പഠിച്ചോ? നോക്ക്, എമ്മിന്റെ സൗണ്ട് നമ്മൾ പറഞ്ഞു. എം എന്ന ലെറ്ററിന്റെ സൗണ്ട് മ. മെയിന്റെ കൂട്ടത്തിൽ ആ എ ഇടുമ്പോ മാനാവും മാനാവും മേനാവും. ഫസ്റ്റ് എം എ എൻ മാൻ അല്ലേ. എം എ ജി ഐ സി മാജിക്. എം എ ജി എൻ ഇ ടി മാഗ്നറ്റ്. അടുത്തത് എം എ പി മാപ്പ്. അടുത്ത നോക്ക്. എം എ ആർ കെ മാർക്ക്. എം എ ടി സി എച്ച്. സി എച്ച് എന്നുള്ള സൗണ്ടാണ് വരുന്നത്. എം എ ടി സി എച്ച് എന്ന് പറഞ്ഞാൽ മാച്ച്. ഇവിടെ എയ്ക്ക് എന്റെ തന്നെ സൗണ്ട് വരുമ്പോ എം എ ഐ എൽ മെയിൽ അല്ലേ. രണ്ടാമത്തെ വാക്ക് എം എ ഐ എൻ മെയിൻ. മൂന്നാമത്തത് എം എ ഡി ഇ മെയ്ഡ്. അടുത്ത വാക്ക് നമുക്ക് എം എ എൻ വൈ മേ നി മെനി. എന്താ വായിക്കുന്നത്? മെനി. അടുത്ത ലെറ്റർ നോക്കാം. എം കഴിഞ്ഞാൽ അടുത്തത് എൻ. എന്നിന് കുറച്ച് സൗണ്ട് ഉണ്ട്. എന്നിന്റെ ആദ്യത്തെ സൗണ്ടാണ് എന്താ? ന്. രണ്ടാമത്തെ സൗണ്ട് ഇൻ. ഇന്ന് ഉപയോഗിക്കും. ഇൻ. പിന്നെ അതുപോലെ ഇന്ന്. ഇന്ന് കുന്നിന്റെ ഇന്ന് ഇൻ. എന്താ? അപ്പൊ എന്നിന്റെ സൗണ്ടുകള് ഫസ്റ്റത്തെ അവന് ആ ന ഇല്ലേ ന സൗണ്ട്.
പിന്നെ ഇൻ സൗണ്ട്, ഇന്ന്, ഇന്ന്. മനസ്സിലായോ? ഒരു വാക്ക് നോക്കിക്കോ. NAP. എന്നിന്റെ സൗണ്ട് നമ്മൾ ആദ്യത്തെ സൗണ്ട് പറഞ്ഞു ന്റെ കൂട്ടത്തിൽ ആ വരും. ആ സൗണ്ട് വരുമ്പോ നാ. പി വരുമ്പോ നാപ്പ്. നാപ്പ് എന്ന് പറഞ്ഞാ മയക്കം. ചെറിയ മയക്കത്തിനാണ് നാപ്പ് എന്ന് പറയുന്നത്. NAP നാപ്പ്. വായിക്കാൻ പഠിച്ചോ? NA ആകുമ്പോ നാ. ഇവിടെ ആ സൗണ്ട് അല്ല, ആ സൗണ്ടാ വരുന്നത്. NA നാ പി നാപ്പ്. എന്താ വായിക്കുന്നേ? നാപ്പ്. ഇവിടെ നോക്കിയോ, എന്നിന്റെ കൂട്ടത്തില് ഏ സൗണ്ട് വരുമ്പോ എങ്ങനെയാ നോക്കാം. NAIL. നൈലല്ല, നെയിൽ. 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 നെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? നഖം. NAIL നെയിൽ, നഖം. അടുത്ത നോക്കി നമുക്ക് അറിയാവുന്ന വാക്കാണ് NAME നെയിം. നെയിം എന്ന് പറഞ്ഞാ പേര്. NAME എന്താ വായിക്കുന്നേ? നെയിം. നോക്ക്. NATION. NA നാഷൻ. നാഷൻ. നോക്ക്. NATURE നേച്ചർ. നേച്ചർ. നേഷൻ, നേച്ചർ. നെയിൽ, നെയിം, നാഷൻ, നേച്ചർ. ഓക്കെ. അപ്പൊ എന്നിന്റെ സൗണ്ടുകള് മറക്കരുത്. ന്, ഇന്ന്, ഇന്ന്, ഇൻ. ഒന്നുകൂടെ പറ. ന് സൗണ്ട്, ഇൻ സൗണ്ട്, ഇന്ന് എന്നുള്ള സൗണ്ട്, ഇന്ന് എന്നുള്ള സൗണ്ട്. ഫസ്റ്റ് ഒരു വാക്ക് നോക്കിയോ. NAP നാപ്പ്. നാപ്പ്. NAIL നെയിൽ. NAME നെയിം. നേഷൻ. NATION നേഷൻ. നേച്ചർ. നേച്ചർ. ഓക്കെ. അടുത്ത ലെറ്റർ നോക്കാം നമുക്ക്. M കഴിഞ്ഞു, N കഴിഞ്ഞു, അടുത്ത P. Pന്റെ സൗണ്ട് എന്തായിരിക്കും? Pന്റെ സൗണ്ട് Pന്റെ സൗണ്ട് സൗണ്ട് ആണ്. ഓക്കെ. എന്ന സൗണ്ടിന്റെ കൂട്ടത്തില് ഏതൊക്കെ വരും? ഏട്ടാല് പാ, പാ, പേ. അങ്ങനെ 3 സൗണ്ട് വരും അല്ലെ? ഓക്കെ. ഒരു വാക്ക് PANIC. PA പാ, NIC നിക്. പാനിക്. എന്താ? പാനിക്. പാനിക്. പാനിക് എന്ന് പറഞ്ഞാ എന്താ? പരിഭ്രാന്തി. പരിഭ്രാന്തരാവൂലേ? പാനിക്. PANIC പാനിക്. ഓക്കെ. അടുത്ത് PAST. PA പാ, ST പ്ലാസ്റ്റ്. എല്ലില്ലല്ലോ അവിടെ. പ്ലാസ്റ്റ് എന്ന് പറയാൻ. PAST പാസ്റ്റ്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പാസ്റ്റ് കഴിഞ്ഞു അല്ലെ? പാസ്റ്റ് എന്ന് പറഞ്ഞു. പാസ്റ്റ് എന്ന് പറഞ്ഞാല് കഴിഞ്ഞു. അടുത്തത് ഇല്ല, പാസ്റ്റ്. ഓക്കെ. 2 വാക്കുകൾ നമ്മൾ പറഞ്ഞു. PANIC പാനിക്, പരിഭ്രാന്തി. പിന്നെ PAST പാസ്റ്റ് അല്ലെ? പാസ്റ്റ്. അടുത്തത് PAGE. എന്താ വായിക്കുന്നേ? അവിടെ എന്റെ സൗണ്ട് തന്നെയാണ് അല്ലെ? PAGE പേജ്. 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 പേജ് എന്ന് പറഞ്ഞാൽ എന്താ? ബുക്കിലെ പുറങ്ങൾ അല്ലെ? ഓരോ പേജ്, ഓരോ പുറങ്ങൾ അല്ലെ? അടുത്തത് PAIN പെയിൻ. സ്റ്റൊമക് പെയിൻ, ചെസ്റ്റ് പെയിൻ, ബാക്ക് പെയിൻ എന്നൊക്കെ പറയില്ല. പെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? വേദന. വാക്കുകൾ നിങ്ങൾ ഓർക്കണം. ഇത് പഠിക്കുന്ന കൂട്ടത്തിൽ കുറെ വാക്കുകളെങ്കിലും പഠിച്ചു വെക്കണം. ഓക്കെ. അതാണ് ഓരോ ലെറ്റർ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ കുറച്ച് വാക്കുകളാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കുറെ വാക്കുകൾ പഠിച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ നോക്ക്. PAGE പേജ്. PAIN പെയിൻ എന്ന് പറഞ്ഞാൽ വേദന. നോക്ക്. PAINT INT INT പെയിന്റ്. 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 PAPER പേപ്പർ. പേപ്പർ. എന്താ? പേപ്പർ. PAY പേ. പേ എന്ന് പറഞ്ഞാൽ എന്താ? ഗൂഗിൾ പേ. അടയ്ക്കുക, കൊടുക്കുക അല്ലെ? ഗൂഗിൾ പേ, ഫോൺ പേ എന്നൊക്കെ പറയില്ലേ? പേ എന്ന് പറഞ്ഞാല് പൈസ അടയ്ക്കുക, കൊടുക്കുക. ഇതിനൊക്കെയാണ് പേ എന്ന് പറയുന്നത്. അപ്പൊ വായിച്ചെന്ന് PAGE പേജ്. പേജ്. PAIN പെയിൻ. പെയിൻ എന്ന് പറഞ്ഞാല് വേദന. വാക്കുകൾ മറക്കരുത്. PAINT പെയിന്റ്. PAPER പേപ്പർ നിങ്ങൾക്ക് അറിയാം. PAY പേ. പേ അടയ്ക്കുക അല്ലെ? വാക്കുകൾ പഠിച്ചില്ലേ? പിന്റെ സൗണ്ട്
സ്പീഡിന്റെ സൗണ്ട് എന്താ? പ് സൗണ്ട്. അതിന്റെ കൂട്ടത്തിൽ എ വരുമ്പോ ഏതൊക്കെ വരുന്നത്? പ, പ, പെ. ഇങ്ങനെ 3 സൗണ്ടിലാണ് വരുന്നത്. അടുത്ത ലെറ്റർ നോക്കാം. ക്യൂ. ക്യൂവിന്റെ സൗണ്ട് എന്താ? ക്വാ സൗണ്ട് ആണ്. നോക്ക്. QUALITY. ക്വാ ക്വാ ക്വാ. QUA ക്വാ. LITY ലിറ്റി. ക്വാലിറ്റി ക്വാളിറ്റി. ക്വാലിറ്റി ക്വാളിറ്റി. നോക്ക്. QUA സൗണ്ട് ക്വാ. LITY ലിറ്റി ക്വാളിറ്റി. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഗുണം അല്ലേ? ഗുണമേന്മ ക്വാളിറ്റി. നമുക്ക് അതുപോലെ തന്നെ QUA ക്വാ. N ക്വാൻ. ടിറ്റി ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി. എന്താ? QUA NTITY ക്വാണ്ടിറ്റി ക്വാളിറ്റി ക്വാണ്ടിറ്റി. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗുണമേന്മ. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അളവ്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാല് അളവ്. മനസ്സിലായോ? ക്വാ. ക്യൂവിന്റെ കൂട്ടത്തിൽ ഏറ്റാല് ക്വാ ക്വാ. മനസ്സിലായോ? അടുത്ത ലെറ്റർ പോവാം. അടുത്തതാണ് ആർ. ആറിന്റെ സൗണ്ടുകള് ഫസ്റ്റ് റ് റ്, പിന്നെ ര് ഇർ. ഇങ്ങനെ 3 സൗണ്ടാണ് ഉള്ളത്. ഏതൊക്കെയാ? റ് റ്. ആർ. ആർന്ന് കേൾക്കുമ്പോ തന്നെ റ് സൗണ്ട് വന്നു. പിന്നെ ര് ര് ര്. പിന്നെ 3ാമത്തെ സൗണ്ട് ഇർ. ഇങ്ങനെ 3 സൗണ്ടാണ് ആറിനുള്ളത്. നോക്കുക. ഫസ്റ്റ് RACK. ആർ എന്ന് പറഞ്ഞാൽ എ വന്നപ്പോ ആറിന്റെ കൊടുത്ത് റേവിന്റെ കൊടുത്ത് എ വന്നപ്പോ എന്തായി? റാ റാ അല്ലേ? റാക്ക് അല്ലേ? RACK റാക്ക്. റാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഷെൽഫ്. ഓരോ റാക്കുകൾ ഇരിക്കുന്നു അറിയില്ലേ? ഷെൽഫ്. RAN നിങ്ങൾക്ക് അറിയാം. റാൻ. റാൻ ഓടി അല്ലേ? റാൻ. റാക്ക് റാൻ. RANK റാങ്ക്. റാങ്ക് നിങ്ങൾക്ക് സ്കൂളിലൊക്കെ റാങ്കില്ലേ? ഓരോ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിര. റാങ്ക്. റാറ്റ് അല്ലേ? റാറ്റ്. മനസ്സിലായോ? ആരുടെ കൂട്ടത്തിൽ എ വരുമ്പോ റാ ആ ആ. പിന്നെ എന്റെ എ സൗണ്ട് ആവുമ്പോഴോ നോക്ക്. റേഡിയേഷൻ. റേഡിയേഷൻ. റേഡിയേഷൻ റേഡിയേഷൻ ആവുന്ന പറഞ്ഞു കേട്ടില്ലേ? വികിരണം. എന്താ? വികിരണം. നോക്ക്. RADIO റേഡിയോ റേഡിയോ റേഡിയോ. RADIO റേഡിയോ റേഡിയോ. അടുത്ത വാക്ക് നോക്ക്. RAIN റെയിൻ റെയിൻ റെയിൻ. റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? മഴ. അടുത്തത് RAY റേ. എന്താ? റേ റേ. എ സൗണ്ട് ആണ്. ആറ് കഴിഞ്ഞിട്ട് എ സൗണ്ട്. റേ. എന്താ? റേ എന്ന് പറഞ്ഞാൽ എക്സ്റേ. രശ്മി. റേ എന്ന് പറഞ്ഞാല് രശ്മി. ഒന്ന് വായിച്ചോ. ആറിന്റെ സൗണ്ട് അല്ലേ? വാക്കുകള് റാക്ക് റാക്ക്. റാക്കിന്റെ മീനിങ് ഷെൽഫ്. റാൻ റാങ്ക് അല്ലേ? റേഡിയേഷൻ റേഡിയോ റെയിൻ റേ. റേ എന്ന് പറഞ്ഞാല് രശ്മി. നേച്ച പറയാം. ഇതിന്റെ ഓരോന്നിന്റെ സൗണ്ടും വേർഡ്സും ഒന്ന് വായിക്കണം. വായിക്കേ. ഫസ്റ്റ് എം. എമ്മിന്റെ സൗണ്ട് മ് മ്. വാക്കുകൾ വായിക്കൂ. മാൻ മാൻ മാജിക് മാഗ്നറ്റ്. വായിക്കേ. മാപ്പ്. വായിക്കേ. മാർക്ക് മാച്ച്. എ സൗണ്ടിൽ വരുമ്പോ മെയിൻ. MAIN മെയിൻ മെയിൻ. മെയ്ഡ് മെനി. ഇനി അടുത്ത് എന്നിന്റെ സൗണ്ട്. ന് ഇൻ ഇന്ന് ഇന്ന്. മറക്കരുത്. ന് ഇൻ ഇന്ന് ഇന്ന്. നാപ്പ് നാപ്പ്. ഇത് എ സൗണ്ടിലെ നെയിൽ നെയിം നേഷൻ നേച്ചർ. അടുത്തത് പി. പിന്റെ സൗണ്ട് പ് പ് പ്. മറക്കരുത്. ഓരോ സൗണ്ടുകളും മറക്കരുത്. പിന്റെ സൗണ്ട് പ്. എന്താ വായിക്കേ? പാനിക് പാസ്റ്റ് അല്ലേ? പേജ് പേജ് പെയിൻ. വായിക്കേ. പെയിന്റ് അല്ലേ? പേപ്പർ പേ. അടുത്തത് ക്യൂ ക്യൂ. ക്യൂവിന്റെ സൗണ്ട് ക്വാ. ക്വാളിറ്റി. എന്താ? ക്വാണ്ടിറ്റി. ക്വാളിറ്റി എന്ന് പറഞ്ഞാല് ഗുണം. ക്വാണ്ടിറ്റി
അളവ്, ക്വാണ്ടിറ്റി, ക്വാണ്ടിറ്റി. ഓക്കെ, അടുത്തത് ആർ. ആറിന്റെ സൗണ്ട് റ് രെ ഇർ, റ് രെ ഇർ. ഓക്കെ, റാക്ക്. ഇതെന്താ വായിക്കുന്നത്? റാൻ. റാങ്ക്, റേഡിയേഷൻ, റേഡിയോ, റെയിൻ, റേ. വെരി ഗുഡ് രശ്മി. ഇന്നത്തെ ക്ലാസ് ഇത്രയും പോലെ.